നമ്മൾ മലയാളത്തിൽ നിരന്തരമായിട്ട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, നീ പുകവലിക്കാറുണ്ടായിരുന്നോ, നീ പഠിക്കാറുണ്ടായിരുന്നു, നീ അവളെ കാണാറുണ്ടായിരുന്നോ, നീ അവളെ കാണാറുണ്ടായിരുന്നില്ലേ, നീ ഇവിടെ വരാറുണ്ടായിരുന്നോ, നീ ഇവിടെ വരാറുണ്ടായിരുന്നില്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതുപോലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് മലയാളത്തിലൊക്കെ എന്ന് പറയുന്നത് സംസാരിക്കാറുള്ളതാണ്. ഈ കാര്യം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന്റെ മുന്നായി പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു തരാം. എല്ലാവരും എന്ന് പറയുന്നത് ഇംഗ്ലീഷ് നല്ലതുപോലെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെങ്കിൽ പല ആളുകൾക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരെന്ന് പറയുന്നത് എല്ലാ നിയമങ്ങളും പഠിച്ച് എടുത്തതിന് ശേഷം സംസാരിക്കാൻ കരുതിയിരിക്കുന്നവരാണ്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് ആ കാര്യം അപ്പോൾ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് സംസാരത്തിൽ ഉൾപ്പെടുത്തിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാതെ എല്ലാ നിയമങ്ങളും പഠിച്ചതിന് ശേഷം അവസാനം പഠിക്കുക എന്ന് ഒരിക്കലും വിചാരിച്ചിരിക്കരുത്. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്ന് പറയുന്നത് പണ്ടുള്ള മുൻപേ പഠിച്ച കാര്യങ്ങൾ പതുക്കെ പതുക്കെ മറന്നു. പക്ഷെ അത് മറക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂ. അതല്ല എങ്കിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും പതുക്കെ പതുക്കെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും മറന്നുപോകും. നിങ്ങൾക്ക് ഒരിക്കലും എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റൂല. അപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾക്കൊരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമില്ല എങ്കിൽ നിങ്ങൾക്ക് ദിവസവും ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന കോഴ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കോഴ്സിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരെയും ഇംഗ്ലീഷ് ടുഡേയുടെ 48ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. It's me, Muhammad Safvan. Welcome to the English Today. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് യൂസ്ഡ് ടു വെച്ചിട്ട് ഒരു കാര്യം പറയുക എന്നുള്ളതും അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് അത് എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക, ആ രീതിയിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കാണാണ്ടാണ് ഈ ക്ലാസ്സിലേക്ക് വന്നതെങ്കിൽ നിർബന്ധമായിട്ട് ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നീ പഠിക്കാറുണ്ടായിരുന്നോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ഡിഡ് യു യൂസ് ടു സ്റ്റഡി? നീ പഠിക്കാറുണ്ടായിരുന്നോ? ഇതിന്റെ സാഹചര്യവും അതുപോലെ തന്നെ ഇതിന്റെ സ്ട്രക്ചറും കൃത്യമായിട്ട് മനസ്സിലാക്കുക. സാഹചര്യം എന്ന് പറയുമ്പോൾ പണ്ട് ഒരു കാര്യം നിങ്ങൾ ചെയ്യാറുണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ചെയ്യുന്നതല്ല, പണ്ടൊരു കാര്യം, അങ്ങനെ ഒരു ഹാബിറ്റ് പോലുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യാറുണ്ടായിരുന്നോ, നിരന്തരമായിട്ട് നിങ്ങൾ ആ കാര്യം ചെയ്യാറുണ്ടായിരുന്നോ എന്നുള്ള ചോദിക്കുന്ന ഒരു രൂപമാണിത്. അതുപോലെ തന്നെ ഇതിന്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം എന്ന് പറയുന്നത് ഡിഡ് ഉപയോഗിക്കുക. രണ്ടാമതായിട്ട് ആരാണോ ഒരു കാര്യം ചെയ്യുന്നത്, ഡിഡ് ഇവിടെ എന്ന് പറയുന്നത് യു ആണ്, യു ചേർക്കുക. മൂന്നാമതായിട്ട് യൂസ് എന്നുള്ളത്. നാലാമതായിട്ട് ടു ചേർക്കുക. അഞ്ചാമതായിട്ട് എന്താണോ പ്രവൃത്തി, ഇവിടെ എന്ന് പറയുന്നത് സ്റ്റഡി എന്നുള്ളതാണ് പ്രവൃത്തി, സ്റ്റഡി ചേർക്കുക. എപ്പോൾ എന്ന് പറയുന്നത് ടു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു പ്രവൃത്തി എപ്പോഴും എന്ന് പറയുന്നത് V1 ആയിരിക്കും. ഇവിടെ എന്താണോ പ്രവൃത്തി വെക്കേണ്ടത് അത് നിർബന്ധമായിട്ടും V1 ആണ് ചേർക്കേണ്ടത്. ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യൂസ് എന്ന് പറയുന്നതിന് ഉപയോഗിക്കുക എന്നുള്ള അർത്ഥമൊന്നും ഇതിന് വരൂല. ഇത് എന്ന് പറയുന്നത് പണ്ടുള്ള ഒരു കാര്യം, നിരന്തരമായിട്ട് ചെയ്യാറുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതെങ്ങനെയാണ് ചോദിക്കുക അതുപോലെ തന്നെ എങ്ങനെയാണ് പറയുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അല്ലാതെ ഇതിന് എന്ന് പറയുന്നത് ഒരു അർത്ഥമായിട്ട് വരുമെന്നില്ല. ഉപയോഗിക്കുക എന്നുള്ള ഒരു അർത്ഥമൊന്നും ഇതിന് വരൂല. ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്കിതിന്റെ ഉദാഹരണ സഹിതം നോക്കാം. നീ പുകവലിക്കാറുണ്ടായിരുന്നോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ഡിഡ് യു യൂസ് ടു സ്മോക്ക്? നീ പുകവലിക്കാറുണ്ടായിരുന്നോ? അവൻ കള്ള് കുടിക്കാറുണ്ടായിരുന്നോ എന്നങ്ങനെ ചോദിക്കാം. ഡിഡ് ഹി യൂസ് ടു ഡ്രിങ്ക്? അവൻ കള്ള് കുടിക്കാറുണ്ടായിരുന്നോ? അവൾ വിളിക്കാറുണ്ടായിരുന്നോ എന്നങ്ങനെ ചോദിക്കാം. ഡിഡ് ഷീ യൂസ് ടു കോൾ? അവൾ വിളിക്കാറുണ്ടായിരുന്നോ? അവൻ വരാറുണ്ടായിരുന്നോ എന്നങ്ങനെ ചോദിക്കാം. ഡിഡ് ഹി യൂസ് ടു കം? അവൻ വരാറുണ്ടായിരുന്നോ? ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് നിരന്തരമായിട്ട് സംസാരത്തിലൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നമുക്കടുത്തത് ഇതിന്റെ വലിയ രീതിയിലുള്ള ഉദാഹരണങ്ങൾ നോക്കാം. അതും സംസാരത്തിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നമുക്ക് അടുത്ത് നോക്കാം. നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നോ? ഡിഡ് യു യൂസ് ടു പ്ലേ ക്രിക്കറ്റ്? നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നോ? പണ്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. അവൾ ഇവിടെ വരാറുണ്ടായിരുന്നോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. പണ്ട് അവൾ ഇങ്ങനെ ഇവിടെ വരാറുണ്ടായിരുന്നോ എന്നങ്ങനെ ചോദിക്കാം. ഡിഡ് ഷീ യൂസ് ടു കം ഹിയർ? ഡിഡ് ഷീ യൂസ് ടു കം ഹിയർ? അവൾ ഇവിടെ വരാറുണ്ടായിരുന്നോ?
അവർ ദിവസവും സീരിയൽ കാണാറുണ്ടായിരുന്നോ എന്നങ്ങനെ ചോദിക്കാം. അവർ ദിവസവും സീരിയൽ കാണാറുണ്ടായിരുന്നോ? ഡിഡ് ദേ യൂസ് ടു വാച്ച് സീരിയൽ എവ്രി ഡേ? അവർ ദിവസവും സീരിയൽ കാണാറുണ്ടായിരുന്നോ? അടുത്ത ഉദാഹരണം നോക്കാം. നിങ്ങൾ ഒളിച്ചുകളി കളിക്കാറുണ്ടായിരുന്നോ എന്നങ്ങനെ ചോദിക്കാം. ഒളിച്ചുകളി എന്ന് പറയുമ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് പറയും. ഡിഡ് യു യൂസ് ടു പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്? നിങ്ങൾ ഒളിച്ചുകളി കളിക്കാറുണ്ടായിരുന്നോ? അടുത്ത ഉദാഹരണം നോക്കാം. നീ നിന്റെ കുട്ടിക്കാലത്ത് ഇവിടെ വരാറുണ്ടായിരുന്നോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. നീ നിന്റെ കുട്ടിക്കാലത്ത് ഇവിടെ വരാറുണ്ടായിരുന്നോ? കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ചൈൽഡ്ഹുഡ് എന്നാണ് പറയുക, കുട്ടിക്കാലം. ഡിഡ് യു യൂസ് ടു കം ഹിയർ ഇൻ യുവർ ചൈൽഡ്ഹുഡ്? നിന്റെ കുട്ടിക്കാലത്ത് നീ ഇവിടെ വരാറുണ്ടായിരുന്നോ? അടുത്ത ഉദാഹരണം നോക്കാം. അവൾ നിങ്ങളുടെ കൂടെ വരാറുണ്ടായിരുന്നോ എന്നങ്ങനെ ചോദിക്കാം. അവൾ നിങ്ങളുടെ കൂടെ വരാറുണ്ടായിരുന്നോ? ഡിഡ് ഷീ യൂസ് ടു കം വിത്ത് യു? അവൾ നിന്റെ കൂടെ വരാറുണ്ടായിരുന്നോ? അടുത്ത ഉദാഹരണം നോക്കാം. അവൻ കുട്ടിയായിരിക്കുമ്പോൾ നന്നായി പാടാറുണ്ടായിരുന്നോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. അവൻ കുട്ടിയായിരിക്കുമ്പോൾ നന്നായി പാടാറുണ്ടായിരുന്നോ? ഡിഡ് ഹി യൂസ് ടു സിങ് വെൽ വെൻ ഹി വാസ് എ ചൈൽഡ്? അവൻ കുട്ടിയായിരിക്കുമ്പോൾ നന്നായി പാടാറുണ്ടായിരുന്നോ? വെന്ന് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. വെന്ന് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. വെൻ ഹി വാസ് എ ചൈൽഡ്, അവൻ കുട്ടിയായിരിക്കുമ്പോൾ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. നീ കുട്ടിയായിരിക്കുമ്പോൾ പുകവലിക്കാറുണ്ടായിരുന്നോ എന്നങ്ങനെ ചോദിക്കാം. ഡിഡ് യു യൂസ് ടു സ്മോക്ക് വെൻ യു വെയർ എ ചൈൽഡ്? യു വെയർ എ ചൈൽഡ്, നീ കുട്ടിയായിരിക്കുമ്പോൾ നീ പുകവലിക്കാറുണ്ടായിരുന്നു. നമുക്കടുത്തത് ഡിഡിന്റെ കൂടെ ക്വസ്റ്റ്യൻ വേർഡ്സുകൾ വെച്ചിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. നിന്റെ കുട്ടിക്കാലത്ത് നീ എന്ത് ചെയ്യാറുണ്ടായിരുന്നു എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. വാട്ട് ഡിഡ് യു യൂസ് ടു ഡു ഇൻ യുവർ ചൈൽഡ്ഹുഡ്? നിന്റെ കുട്ടിക്കാലത്ത് നീ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? വാട്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വേർഡ്സ് ആയിട്ട് വരുന്നത്. എന്ത് എന്നാണ് പറയുന്നത്. അടുത്ത ഉദാഹരണം നോക്കാം. നീ ദുബായിൽ താമസിക്കുമ്പോൾ നീ എന്ത് ചെയ്യാറുണ്ടായിരുന്നു എന്നങ്ങനെ ചോദിക്കാം. വാട്ട് ഡിഡ് യു യൂസ് ടു ഡു വെൻ യു വെയർ ലിവിങ് ഇൻ ദുബായ്? നീ ദുബായിൽ താമസിക്കുമ്പോൾ നീ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അടുത്ത ഉദാഹരണം നോക്കാം. നീ അവിടെ പഠിക്കുമ്പോൾ എവിടെ നിന്നായിരുന്നു ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നത് എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. എവിടെ എന്ന് പറയുമ്പോൾ വെയർ എന്നാണ് പറയുക. എവിടെ നിന്ന് എന്ന് പറയുമ്പോൾ ഫ്രം വെയർ എന്ന് പറഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. ഫ്രം വെയർ എന്നുള്ളതാണ് എവിടെ നിന്ന് എന്നാണ് പറയുന്നത്. ഫ്രം വെയർ ഡിഡ് യു യൂസ് ടു ഈറ്റ് ഫുഡ് വെൻ യു വെയർ സ്റ്റഡിയിങ് ദെയർ? നീ അവിടെ പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ നീ അവിടെ പഠിക്കുമ്പോൾ എവിടെ നിന്നായിരുന്നു ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നത്? നമ്മളിപ്പോ നോക്കിയത് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ്. അടുത്ത നമുക്ക് എങ്ങനെയാണ് ഈ കാര്യത്തിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചോദ്യം ചോദിക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ പോകാറുണ്ടായിരുന്നോ എന്നുള്ളത് ചോദിച്ച് അടുത്ത നമുക്ക് പോകാറുണ്ടായിരുന്നില്ലേ എന്നെങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളത് നോക്കാം. നീ പഠിക്കാറുണ്ടായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും? നീ പഠിക്കാറുണ്ടായിരുന്നില്ലേ? ഡിഡിന്റ് യു യൂസ് ടു സ്റ്റഡി? ഡിഡിന്റ് യു യൂസ് ടു സ്റ്റഡി? നീ പഠിക്കാറുണ്ടായിരുന്നില്ലേ? ഡിഡിന്റ് പറയാം, അതുപോലെ തന്നെ ഷോർട്ട് ആക്കാതെ ഡിഡ് നോട്ട് എന്ന് പറയാം. ഡിഡ് നോട്ടിന്റെ ഷോർട്ട് ആണ് ഡിഡിന്റ് എന്നുള്ളത്. ഡിഡിന്റ് യു യൂസ് ടു സ്റ്റഡി? നീ പഠിക്കാറുണ്ടായിരുന്നില്ലേ? നമുക്കിതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. നീ കളിക്കാറുണ്ടായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാം. നീ കളിക്കാറുണ്ടായിരുന്നില്ലേ? ഡിഡിന്റ് യു യൂസ് ടു പ്ലേ? നീ കളിക്കാറുണ്ടായിരുന്നില്ലേ? നീ വായിക്കാറുണ്ടായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാം. ഡിഡിന്റ് യു യൂസ് ടു റീഡ്? നീ വായിക്കാറുണ്ടായിരുന്നില്ലേ? അവൾ വരാറുണ്ടായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാം. ഡിഡിന്റ് ഷീ യൂസ് ടു കം? അവൾ വരാറുണ്ടായിരുന്നില്ലേ? അവൻ പാടാറുണ്ടായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാം. അവൻ പാടാറുണ്ടായിരുന്നില്ലേ? ഡിഡിന്റ് ഹി യൂസ് ടു സിങ്? അവൻ പാടാറുണ്ടായിരുന്നില്ലേ? നമുക്കടുത്തത് ഇതിന്റെ കൂടുതലായിട്ടുള്ള ഉദാഹരണങ്ങൾ നോക്കാം. കൂടാതെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച യൂസ്ഡ് ടു വെച്ചിട്ട് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, പറയാറുണ്ടായിരുന്നു, പഠിക്കാറുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതും കൂടി പഠിച്ച് ഇത് രണ്ടും ചേർത്തിട്ട് എങ്ങനെ കൃത്യമായിട്ട് ചോദ്യം ചോദിക്കാം, എങ്ങനെ കൃത്യമായിട്ടുള്ള മറുപടികൾ പറയാം എന്നുള്ളതും കൂടി നമുക്ക് ഈ ക്ലാസ്സിലൂടെ നോക്കാം. നിങ്ങൾ മുമ്പ് പുകവലിക്കാറുണ്ടായിരുന്നില്ലേ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. മുമ്പ് എന്ന് പറയുമ്പോൾ ബിഫോർ എന്നാണ് പറയുക. ഡിഡിന്റ് യു യൂസ് ടു സ്മോക്ക് ബിഫോർ? നിങ്ങൾ മുമ്പ് പുകവലിക്കാറുണ്ടായിരുന്നില്ലേ? അവൾ സ്ഥിരമായി ഇവിടെ വരാറുണ്ടായിരുന്നില്ലേ എന്നങ്ങനെ ചോദിക്കാം. ഡിഡിൻ ഷീ യൂസ് ടു കം ഹിയർ റെഗുലർലി? റെഗുലർലി എന്നുള്ളതാണ് സ്ഥിരമായി എന്ന് പറയുന്നത്. സ്ഥിരമായി അവൾ ഇവിടെ വരാറുണ്ടായിരുന്നില്ലേ? അടുത്ത ഉദാഹരണം നോക്കാം. അവർ നന്നായി പഠിക്കാറുണ്ടായിരുന്നില്ലേ എന്നങ്ങനെ ചോദിക്കാം. ഡിഡിൻറ്റ് ദേ യൂസ് ടു സ്റ്റഡി വെൽ? അവർ നന്നായി പഠിക്കാറുണ്ടായിരുന്നില്ലേ?
അവൻ സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കാറുണ്ടായിരുന്നില്ലേ എന്നങ്ങനെ ചോദിക്കാം. പണ്ട് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ലേ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ഡിഡിൻ ഹി യൂസ് ടു മേക്ക് ഡിലീഷ്യസ് ഫുഡ്? അവൻ സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കാറുണ്ടായിരുന്നില്ലേ? അവൻ നിന്നെ സ്ഥിരമായി അടിക്കാറുണ്ടായിരുന്നില്ലേ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ഡിഡിൻ ഹി യൂസ് ടു ബീറ്റ് യു റെഗുലർലി? അവൻ നിന്നെ സ്ഥിരമായി അടിക്കാറുണ്ടായിരുന്നില്ലേ? അടുത്ത ഉദാഹരണം നോക്കാം. നിങ്ങൾ അമിതമായി ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ലേ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ഡിഡിൻറ്റ് യു യൂസ് ടു ഈറ്റ് ടു മച്ച് ഫുഡ്? ടു മച്ച് എന്ന് പറയുന്നത് അമിതമായി, ടു മച്ച് ഫുഡ്. നിങ്ങൾ അമിതമായി ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ലേ? അടുത്ത ഉദാഹരണം നോക്കാം. കുട്ടിക്കാലത്ത് നീ എന്നെ കടിക്കാറുണ്ടായിരുന്നില്ലേ എന്നങ്ങനെ ചോദിക്കാം. കുട്ടിക്കാലത്ത് നീ എന്നെ കടിക്കാറുണ്ടായിരുന്നില്ലേ? ഡിഡിൻറ്റ് യു യൂസ് ടു ബൈറ്റ് മീ ഇൻ യുവർ ചൈൽഡ്ഹുഡ്? ബൈറ്റ് എന്നുള്ളതാണ് കടിക്കുക എന്ന് പറയുന്നത്. ബൈറ്റ് മീ ഇൻ യുവർ ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലത്ത് നീ എന്നെ കടിക്കാറുണ്ടായിരുന്നില്ലേ? നീ കുട്ടിയായിരിക്കുമ്പോൾ മരത്തിൽ കയറാറുണ്ടായിരുന്നില്ലേ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. നീ കുട്ടിയായിരിക്കുമ്പോൾ മരത്തിൽ കയറാറുണ്ടായിരുന്നില്ലേ? കയറുക എന്നുള്ളത് ക്ലൈംബ് എന്നാണ് പറയുക. ഡിഡിൻറ്റ് യു യൂസ് ടു ക്ലൈംബ് ഓൺ ട്രീ വെൻ യു വെർ എ ചൈൽഡ്? നീ കുട്ടിയായിരിക്കുമ്പോൾ മരത്തിൽ കയറാറുണ്ടായിരുന്നില്ലേ? ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാവും. പതുക്കെ എന്ന് പറയുന്ന ഈ കാര്യങ്ങളെല്ലാം മറന്നുപോകും. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ സംസാരത്തിൽ ഉൾപ്പെടുത്തിയിട്ട് നടന്ന് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ നാവിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം മറന്നു പോകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് എന്ന് പറയുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മൾ മലയാളത്തിലൊക്കെ നടന്ന ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായിട്ട് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങളൊക്കെ സംസാരത്തിൽ ഉൾപ്പെടുത്തിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്കടുത്തത് നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് യൂസ്ഡ് ഒക്കെ വെച്ചിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയുക എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ഇതിൻ്റെ രീതിയിൽ തന്നെ ഇതേ സാഹചര്യത്തിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് പഠിച്ച്, ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് എങ്ങനെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, എങ്ങനെ കൃത്യമായിട്ടുള്ള മറുപടികൾ പറയാം എന്നുള്ളത് നമുക്കടുത്ത് നോക്കാം. നിങ്ങൾ കളിക്കാറുണ്ടായിരുന്നോ എന്നെങ്ങനെ ചോദിക്കാൻ പറ്റും. നിങ്ങൾ കളിക്കാറുണ്ടായിരുന്നോ? ഡിഡ് യു യൂസ് ടു പ്ലേ? നിങ്ങൾ കളിക്കാറുണ്ടായിരുന്നോ? യുവിന് നിങ്ങൾ, നീ, താങ്കൾ എന്നൊക്കെ എന്ന് പറയുന്നത് പറയാൻ പറ്റുന്നതാണ്. യുവിൻ്റെ ഈ ഒരു അർത്ഥങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ എന്ന് പറയുന്നത് നിങ്ങൾ എന്നും പറയാം, നീ എന്നും പറയാം, അതുപോലെ തന്നെ താങ്കൾ, ബഹുമാന അർത്ഥങ്ങളൊക്കെ എന്ന് പറയുന്നത് യു നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അടുത്തത് നെഗറ്റീവായിട്ടുള്ള രീതിയിലുള്ള ചോദ്യം നോക്കാം. നിങ്ങൾ കളിക്കാറുണ്ടായിരുന്നില്ലേ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. ഡിഡിൻറ്റ് യു യൂസ് ടു പ്ലേ? നിങ്ങൾ കളിക്കാറുണ്ടായിരുന്നില്ലേ? അപ്പോൾ എന്ന് മറുപടി പറയാണ്, അതെ ഞാൻ കളിക്കാറുണ്ടായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. യെസ് ഐ യൂസ്ഡ് ടു പ്ലേ? ഞാൻ കളിക്കാറുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു രീതിയിലുള്ള മറുപടി പറയാണ്. ഞാൻ കളിക്കാറ് ഉണ്ടായിരുന്നില്ല. ഇല്ല, ഞാൻ കളിക്കാറുണ്ടായിരുന്നില്ല എന്നങ്ങനെ പറയാൻ പറ്റും. നോ ഐ ഡിഡിൻറ്റ് യൂസ് ടു പ്ലേ? ഞാൻ കളിക്കാറ് ഉണ്ടായിരുന്നില്ല. ഇതുപോലെ തന്നെ ഒരു ഉദാഹരണം കൂടി നോക്കാം. അവൾ നന്നായി പഠിക്കാറുണ്ടായിരുന്നോ എന്നങ്ങനെ ചോദിക്കാൻ പറ്റും. അവൾ നന്നായി പഠിക്കാറുണ്ടായിരുന്നോ? ഡിഡ് ഷീ യൂസ് ടു സ്റ്റഡി വെൽ? അവൾ നന്നായി പഠിക്കാറ് ഉണ്ടായിരുന്നോ? അപ്പോൾ എന്ന് പറയുന്ന രണ്ടാമത്തെ രീതിയിലുള്ള ചോദ്യം ചോദിക്കുകയാണ്. അവൾ നന്നായി പഠിക്കാറുണ്ടായിരുന്നില്ലേ എന്നങ്ങനെ ചോദിക്കാം. ഡിഡിൻ ഷീ യൂസ് ടു സ്റ്റഡി വെൽ? അവൾ നന്നായി പഠിക്കാറുണ്ടായിരുന്നില്ലേ? അപ്പോൾ മറുപടി പറയാണ്, അതെ അവൾ നന്നായി പഠിക്കാറുണ്ടായിരുന്നു എന്നങ്ങനെ പറയാൻ പറ്റും. യെസ് ഷീ യൂസ്ഡ് ടു സ്റ്റഡി വെൽ? അവൾ നന്നായി പഠിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള മറുപടി അറിയാണ്. നോ അവൾ, ഇല്ല അവൾ നന്നായി പഠിക്കാറില്ല എന്നങ്ങനെ പറയാൻ പറ്റും. നോ ഷീ ഡിഡിൻറ്റ് യൂസ് ടു സ്റ്റഡി വെൽ? അവൾ നന്നായി പഠിക്കാറുണ്ടായിരുന്നില്ല. ഈ 4 കാര്യങ്ങൾ ഒരു കോഡ് രൂപത്തിലുള്ള കാര്യം പോലെയാണ്. അപ്പോൾ എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ കാര്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പഠിച്ചതിന് തുല്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ വെച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായത് കൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് എന്ന് പറയുന്നത് സംസാരിച്ച് പരിശീലിക്കണം. എല്ലാ എങ്കിലും നിങ്ങൾ 100% ഈ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് മറന്നുപോകും. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. കൂടാതെ നിങ്ങളുടെ ബന്ധപ്പെട്ടവരിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്.